മൊത്തത്തിൽ പുഴു അരിച്ചിരിക്കുകയാണ്. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് അങ്ങനെ പറഞ്ഞുകൂടാ. എങ്കിലും നമ്മൾ ഞങ്ങൾ കോതമംഗലം പീസ് വാലിൽ നിന്ന് വരുന്നത്. വില്ലേജ് മീഡിയയിൽ കൂടി ഇങ്ങനെ ഒരു വൃദ്ധയായ ഒരു ശരിക്കും ഒരുപാട് പ്രായമൊന്നുമില്ല, പ്രായം കുറവേ ഉള്ളൂ, പക്ഷേ രോഗിയായി അവശ നിലയിൽ കിടക്കുന്ന കണ്ടിട്ട് ശരിക്കും ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റിയില്ല. ഞങ്ങളാരും വിളിച്ചതല്ല, ആ വില്ലേജ് മീഡിയയിലെ വാർത്ത കണ്ടിട്ട് ഞങ്ങൾ ഇവിടുത്തെ ആശാവർക്കറേയും മെമ്പറേയും അതിലെ നമ്പർ കണ്ടാണ് വിളിച്ചു ചോദിക്കുന്നത്. അപ്പോൾ തന്നെ ഞങ്ങൾ രാത്രി തന്നെ ഞങ്ങൾ എക്സിക്യൂട്ടീവ് കൂടി ഈ രോഗിയെ ഞങ്ങൾക്ക് ശരിക്കും അവിടെ ഫില്ലാണ്. 150ഓളം പേഷ്യൻ്റ് പുറത്ത് കിടക്കുകയാണ്, എടുക്കാൻ പറ്റുന്നില്ല. 957 പേര് ഇപ്പോൾ നിലവിലുണ്ട്. 1000 പേര് കൂടുതൽ ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് കഴിയില്ല. പക്ഷേ ഈ രോഗിയുടെ സ്ഥിതി കണ്ടപ്പോൾ എത്രയും പെട്ടെന്ന് എടുക്കുന്നത് കമ്മിറ്റി തീരുമാനിക്കുകയും ഞങ്ങൾ ഉടനെ രാവിലെ 5 മണിക്കാണ് നിങ്ങൾ പുറപ്പെടണം, വൈകിട്ട് 5 മണിക്കൊക്കെ തിരിച്ച് ആ രോഗിയും കൊണ്ട് വരണം. കാരണം ഇത് തീർച്ചയായും ഇത് ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ള രോഗിയാണ്. നമ്മൾ വഴി ഒരു അമ്മയുടെ ജീവിതമാണ് ഇന്ന് പുതിയൊരു വഴിത്തിരിവിലേക്ക് എത്തുന്നത്. ഇപ്പോൾ 2 ദിവസം മുന്നേ ഞാനൊരു വാർത്ത ചെയ്തിരുന്നു. ഒരു ഒറ്റപ്പെട്ട വീടിനുള്ളിൽ ഒരു അമ്മ പുഴു വരിച്ച നിലയിൽ കിടക്കുന്നു. ഈ അമ്മയുടെ അവസ്ഥ കണ്ടല്ലോ. ഏകദേശം ക്യാൻസർ എന്ന മാരകമായ രോഗം പിടിപെട്ട് കഴിഞ്ഞ 5 വർഷക്കാലം ഈ ഒരു പൊട്ടിപ്പൊളിഞ്ഞ വീടിനുള്ളിലാണ് ഈ അമ്മ ജീവിച്ചുകൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ കിടക്കാൻ ഒരു പായ പോലും ഇല്ലാതെ ഈ ഒരു വീടിന്റെ ഒരു ചുമരിൽ ഒരു തറയിലാണ് ഈ അമ്മ ചുരുണ്ടുകൂടി കിടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ 5 വർഷക്കാലവും ഈ അമ്മയുടെ അവസ്ഥ വളരെ ദയനീയമാണ്. എന്നുവെച്ചാൽ നമ്മുടെ ദാരിദ്ര്യമുക്ത കേരളത്തിലാണ് ഒരു അമ്മയ്ക്ക്, ഒരു ക്യാൻസർ രോഗിയായ ഒരു അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ഗതി വന്നത് എന്ന് വേണം എടുത്തു പറയാൻ. ഈ വീടിന്റെ അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ, ഫുള്ള് ചോർന്നൊലിച്ച് ഒരു മഴ പെയ്ത ഒരു തുള്ളി വെള്ളം വെളിയിലേക്ക് പോകത്തില്ല. ഏകദേശം കോവിഡിന്റെ സമയത്താണ് ഈ അമ്മയുടെ ആകെയുള്ള ഒരു മകൻ മരണപ്പെട്ടു പോകുന്നത്. ഈ മകൻ മരണപ്പെട്ടതോടുകൂടി ഈ അമ്മ മുഴു പട്ടിണിയിലായി. അങ്ങനെ നമുക്ക് കറണ്ട് ബില്ല് പോലും അടയ്ക്കാൻ നിവർത്തിയില്ലാതെ KSEB കറണ്ട് പോലും കട്ട് ചെയ്തു. ഏകദേശം 5 വർഷക്കാലമായിട്ട് ഈ അമ്മ ഇരുട്ടിലാണ് ഈ ഒരു വീട്ടിൽ താമസിച്ചു കൊണ്ടിരിക്കുന്നത്. നല്ലവരായ നാട്ടുകാർ ഒരു നേരത്തെ ആഹാരമൊക്കെ എത്തിച്ചു കൊടുത്തും അതുപോലെ ഇവിടുത്തെ ആശാവർക്കറും ഒക്കെ സഹായിച്ചുമാണ് ഈ അമ്മയുടെ ജീവനെങ്കിലും നിലനിർത്തി പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഭരണം മാറി, ഇവിടുത്തെ വാർഡ് മെമ്പർ മാറി. ഈ വാർഡ് മെമ്പർ വന്നതോടുകൂടി ഈ അമ്മയുടെ ഇരുട്ടിലുള്ള ജീവിതം പ്രകാശമായി. കാരണം ഈ വീട്ടിൽ ഏകദേശം 5 വർഷക്കാലമായിട്ട് കറണ്ട് ഇല്ലായിരുന്നു. ഈ വാർഡ് മെമ്പർ ഈ ഒരു വാർഡിൽ വന്നതിന് ശേഷം ആദ്യം ചെയ്തത് ഈ അമ്മയ്ക്ക് സ്വന്തം പൈസയ്ക്ക് സോളാർ ഫിറ്റ് ചെയ്ത് കൊടുത്തു എന്നാണ്. നമ്മൾ വന്നപ്പോൾ തന്നെ ആ വീഡിയോയിൽ പറയുന്നുണ്ട്, ഈ ഇരുട്ട് പിടിച്ച ഈ അമ്മയുടെ ജീവിതത്തിൽ ഒരു വെളിച്ചമേകിയത് ഈ വാർഡിലെ വാർഡ് മെമ്പറും ആശാ വർക്കറുമാണെന്ന്. വീഡിയോ ഇറങ്ങുന്ന സമയത്തുള്ള ചെല്ലമ്മയുടെ അവസ്ഥയല്ല. ഇപ്പോൾ ആ മുറിവെല്ലാം വളരെ വൃത്തിയാക്കി ഒരു 4 ദിവസത്തോളം ജോളി മെമ്പർ 13ാം വാർഡിലെ മെമ്പറാണ്. 4 ദിവസത്തോളം എല്ലാ ദിവസവും 2 മണിക്കൂർ മെനക്കെട്ട് ഈ മുറിവെല്ലാം വൃത്തിയാക്കി തന്ന വളരെ എത്ര പ്രശംസിച്ചാലും മതിയാവാത്തൊരു കാര്യമാണ് ജോളി മെമ്പർ കാണിച്ച മനസ്സ്. ചെറിയൊരു കാര്യമല്ല. അതുകൊണ്ടാണ് നിങ്ങൾ വന്നപ്പോൾ പോലും ഒരു മറ്റു വാടയോ സ്മെല്ലോ ഒന്നുമില്ലാതെ ചെല്ലുമ്പോൾ നമുക്ക് ഇന്ന് കൈകാര്യം ചെയ്യാൻ പറ്റും. പക്ഷേ ഞങ്ങൾ കാണുന്ന സാഹചര്യത്തിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഇന്നലെ കിടക്കാൻ ഒരു കട്ടിലും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് ഇത്ര പെട്ടെന്ന് നടക്കുമെന്ന് അറിഞ്ഞില്ല. പക്ഷെ എന്നാൽ പോലും ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ ഇങ്ങോട്ട് തന്നെ വിളിച്ച്. കാര്യം എന്നേക്കാളും കൂടുതൽ നിങ്ങളുടെ ആവശ്യം പോലെ എന്നെ ഇന്നലെ തൊട്ട് അത്രത്തോളം മെസ്സേജ് ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ സ്റ്റേഷനിൽ ചെന്നപ്പോൾ സർക്കിളിനെ അവർ അവിടുന്ന് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പേപ്പറിന് വേണ്ടി. ആ രീതിയിൽ കാരുണ്യയുടെ ഭാഗത്ത് നിന്ന് മഞ്ഞപ്പാറ കാരുണ്യ തണലിൻ്റെ ഭാഗത്ത് നിന്ന് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായ സപ്പോർട്ടായിരുന്നു. കാര്യം ഇങ്ങനത്തെ കാര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് വിളിച്ചാൽ ചിലപ്പം പ്രതികരിക്കാത്ത കുറേ സ്ഥാപനങ്ങളുണ്ട്. അതിലുപരി ഈ കാര്യത്തിൽ നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഇതൊന്നും ഒരു ബാധ്യതയായിട്ടല്ല, ഞങ്ങളൊരു അതിഥിയായിട്ടാണ്. നിങ്ങളുടെ ആ രീതിയിൽ ഞാൻ പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ പേപ്പർ മേടിച്ചിട്ട് നിങ്ങൾ വന്നാൽ മതി, അത് കുഴപ്പമില്ല, നിങ്ങൾ പോയി മേടിച്ചോ, ഞാൻ വന്നോളാം എന്നുള്ള രീതിയിലാണ് വന്നത്. എല്ലാ രീതിയിലും ഉള്ള സന്തോഷം, നന്ദി അറിയിക്കുന്നു. പീസ് വാലിയിലൂടെയും വില്ലേജ് മീഡിയ ചാനലിനും എല്ലാ രീതിയിലുള്ള നന്ദി അറിയിക്കുന്നു. പിന്നെ വീഡിയോയിൽ വന്ന കമന്റുകൾ, അതിപ്പോൾ ഈ ഒരുപാട് പേർക്ക് ഇങ്ങനെയുള്ള ദുരിതങ്ങളുണ്ട്. പക്ഷെ എല്ലാവരും നമുക്ക് 30 ലക്ഷം പോയ കമന്റും ഉണ്ട്, പക്ഷെ അത് എല്ലാം ഞാൻ പോസിറ്റീവായി കാണുന്ന കാര്യം. എൻ്റെ ഈ കമന്റിന്റെ ഏറ്റവും വലിയ ഗുണം ഇതാണ്. ഇപ്പോൾ ഈ ലഭിച്ച ഈ ഗുണമാണ് നമുക്ക്. അത് നമ്മളൊരു മീഡിയ വാർത്തയ്ക്ക് ഒരു മീഡിയ ഡെവലപ്മെന്റിന് വേണ്ടി ഒന്നും ഇത് ചെയ്തതല്ല. നമ്മുടെ ഈ അമ്മ എവിടെയെങ്കിലും എത്തിക്കണമെന്നുള്ള ആഗ്രഹമായിരുന്നു. അത് എന്തായാലും ഇന്ന് സാധിച്ചു. സന്തോഷം. ഏറ്റെടുത്ത ഈ ട്രസ്റ്റിന് ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ പേരിലും എൻ്റെ ആശാ വർക്കർ എന്ന പേരിലും ഈ നാട്ടുകാരുടെ പേരിലും ഞാൻ നന്ദിയുള്ളവളാണ്. പീസ് വാലി എന്ന് പറയുന്നത് സമാധാനത്തിൻ്റെ താഴ്വരയാണ്. അവിടെ ഒരുപാട് 6 വിങ്ങുകൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അഡിക്ഷൻ സെൻ്ററുണ്ട്, പിന്നെ ഇത്തരം നിർഭയ സെൻ്ററുണ്ട്, പിന്നെ ഡയാലിസിസ് സെൻ്ററുണ്ട്, അതുപോലെ പെരിയൻ പാലിയേറ്റീവ്, പിന്നെ സൈക്കോ സോഷ്യൽ, ഇങ്ങനെ ഒരു 6 വിഭാഗമായിട്ട് ചിൽഡ്രൻസ് വില്ലേജ്. അതായത് അച്ഛമ്മമാർ ഉപേക്ഷിക്കപ്പെട്ട കുട്ടികൾ, മക്കൾ ഉപേക്ഷിക്കപ്പെട്ട അച്ഛമ്മമാർ, അങ്ങനെ ഓട്ടിസം ബാധിച്ചവർ, അങ്ങനെ ജീവിതത്തിൽ വഴിപുട്ടി നിൽക്കുന്ന ആളുകൾക്ക് ഒരു ആശ്രയമാണ്. ഇപ്പൊ 957, ഇന്നലത്തെ കണക്ക് പറയാൻ 957 പേര് അവിടെ ഉണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ 2 ബിൽഡിങ്ങുകൾ പണിതുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടം പോലെ അപേക്ഷകൾ വന്ന് കിടക്കുകയാണ്. ഇത് ഞങ്ങൾ എടുക്കാൻ ഇത്രയും ദൂരം, ഏതാണ്ട് 150 കിലോമീറ്ററിന് മേലെയുണ്ട്. 150 കിലോമീറ്റർ വന്ന് എടുക്കാൻ കാരണം ഈ രോഗിയുടെ അവസ്ഥ കണ്ടിട്ടാണ്. ഇങ്ങനെ ഒരു രോഗി കേരളത്തിൽ അങ്ങനെ കിടക്കാൻ പാടില്ല.
പീസ് വാലി ഉള്ളിടത്തോളം കാലം കിടക്കാൻ പാടില്ല. ആ ഒരു നിശ്ചയദാർഢ്യം കൊണ്ട് തന്നെയാണ് ഇവിടെ വരികയും ഈ രോഗിയെ ഞങ്ങൾ കൊണ്ടുപോവുകയും ചെയ്തത്. തീർച്ചയായിട്ടും ഈ അമ്മയ്ക്ക് ഒരു കാര്യങ്ങൾ പറയും, ഈ അസുഖം മാറ്റാം എന്നോ പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കാൻ പറ്റുന്ന ഉറപ്പില്ല. പക്ഷേ ഈ അമ്മയ്ക്ക് ആരുമില്ല എന്നുള്ള പരാതി ഇനിയും ഉണ്ടാവില്ല. ഞങ്ങളെല്ലാവരും